അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പരിപാടിയായിരുന്നു പബ്ലിക് ഹിയറിംഗ് അല്ലെങ്കിൽ പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അത് വ്യക്തമായി നിയമപരമായി തന്നെ ഇതിന്റെ ആശങ്കകൾ മറുവശങ്ങൾ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട പദ്ധതി പ്രയോക്താക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം തന്നെ. പക്ഷെ എനിക്ക് മുമ്പ് ആദ്യം സംസാരിച്ച വ്യക്തി തന്നെ പറഞ്ഞു അവിടെ അങ്ങനെ സംസാരിക്കാൻ വന്നവരെ ജനം കൈകാര്യം ചെയ്തു. അപ്പൊ അങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വം പോലും നമ്മളെ ആ രീതിയിലാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇതിന്റെ മറുവശം മനസ്സിലാക്കണമെന്നല്ല. ഈ പദ്ധതി രേഖകൾ പഠിക്കുകയാണെങ്കിൽ പഠിക്കാത്ര എളുപ്പമുള്ള കാര്യമല്ല, എനിക്കറിയാം. ഞാനൊരു 10 വർഷം മുമ്പ് എന്റെ സുഹൃത്ത് ഏലിയാസ് ജോണുമായി സംവാദത്തിൽ ഏർപ്പെട്ടപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഏലിയാസ് ജോൺ പറഞ്ഞത് അദ്ദേഹം പദ്ധതി പഠിച്ചിട്ടില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞു ഇനി പഠിക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുകയാണ്, അദ്ദേഹം ഇന്ന് സംസാരിച്ചപ്പോഴും പദ്ധതിയുടെ കാര്യങ്ങൾ അതിനകത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നത്, ഈ ആശങ്കകളുടെ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് അദ്ദേഹം ഇപ്പോഴും വേണ്ടത്ര പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലാണ് വികാരപരമായി നമുക്ക് സംസാരിക്കാം. പക്ഷേ വസ്തുനിഷ്ഠമായി ശാസ്ത്രീയമായി കാര്യങ്ങളെ അപഗ്രഥിക്കേണ്ടത് നമ്മളേവരുടെയും ഒരു കടമയാണ്. പരിസ്ഥിതി ആഘാത പഠനം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആഘാതങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ്. അപ്പൊ ഈ ഇന്നലെ ഒരു മീറ്റിംഗ് നടന്നു. ഈ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ പരിഗണിക്കേണ്ടുന്ന വിദഗ്ധ സമിതി അവർ കഴിഞ്ഞ മാസം കൂടി ഇവിടെ പ്രചരിപ്പിച്ച വാർത്തകള് ഇവിടെ ആരോ ഇവിടുത്തെ വസ്തുനിഷ്ഠമല്ലാത്ത പത്ര റിപ്പോർട്ടുകൾ തന്നെ വന്നു. അതായത് ഇവിടുത്തെ റിസോർട്ട് ലോബികൾ അവിടെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചു, കാര്യങ്ങളൊക്കെ തിരിച്ചു എന്നാണ് റിപ്പോർട്ട്. DGP വരെ റിപ്പോർട്ട് അങ്ങനെ കൊടുത്തു എന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ അടിച്ചുവിട്ടത്. പിറ്റേ ദിവസം വേറൊരു മാധ്യമം പോയി DGP പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. അതൊരു മാധ്യമത്തിൽ വരികയില്ല, ഞാൻ അങ്ങനെയൊന്നും റിപ്പോർട്ടൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ കൊടുത്ത പത്രം അതോട്ട് ദിശ ഇതുവരെ മാറ്റി പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഈ രീതിയിൽ വരെ പ്രചാരണങ്ങൾ, ഇതിന് വേണ്ടിയുള്ള പ്രചാരണങ്ങളുടെ ഭാഗമായി നടക്കുന്ന വാദങ്ങൾ ഈ രീതിയില് വാദങ്ങളോട് തുറന്ന ഒരു സമീപനം സ്വീകരിക്കുവാൻ തയ്യാറല്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ കഴിഞ്ഞ മീറ്റിംഗിൽ എന്താ സംഭവിച്ചത്, ആ മീറ്റിംഗിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ മിനിറ്റ്സ് കേന്ദ്ര മന്ത്രാലയത്തിന്റെ മിനിറ്റ്സിലുണ്ട്, വെബ്സൈറ്റിലുണ്ട്. ആർക്ക് വേണമെങ്കിലും കാണാം, നിങ്ങൾക്ക് കാണാം. ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾ അത് ഇട്ടിട്ടുണ്ട്. എന്താ അതിനകത്ത് പറയുന്നത്? 4 വരിയേ ഉള്ളൂ, ഇംഗ്ലീഷിലാണ്. എന്താണ് അതിനകത്ത് പറയുന്നത്? The committee noted that the state government has not responded and provided comments on the various representations received with reference to the proposed project. എന്താ അതിന്റെ അർത്ഥം? ഈ പദ്ധതിയെ കുറിച്ച് ഇവിടെ ലഭിച്ച ആശങ്കകൾ എവിടെ? പബ്ലിക് ഹിയറിംഗ് മാത്രമല്ല, ഹിയറിംഗിൽ ഞാൻ പോയില്ല. എനിക്കറിയാം അവിടെ പോയാൽ എന്താ സംഭവിക്കാറുള്ളത്. എനിക്ക് പറയാനുള്ളതല്ല, ഞാൻ രേഖാമൂലം എഴുതി കൊടുത്തു. അതിൽ ഒരുപാട് സംഘടനകൾ അത് എഴുതി കൊടുത്തു. അപ്പൊ എഴുതി കൊടുത്തതിലെ രേഖകളായിട്ടുണ്ട്. ഇപ്പൊ ആ രേഖകൾ ഇവിടുത്തെ പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടിന്റെ ഭാഗമാണ്, ഞാൻ കൊടുത്ത ഉൾപ്പെടെയുള്ള രേഖകൾ. അപ്പൊ അവിടെ പങ്കുവെക്കപ്പെട്ട ആശങ്കകൾ, രേഖാമൂലം എഴുതി കൊടുത്ത കാര്യങ്ങള് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പോഴും റെസ്പോണ്ട് ചെയ്തില്ല. അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള കമന്റ്സ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എന്താണ് എഴുതിയിരിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് വാസ് therefore requested to respond to all these representations. So consideration of the proposal was therefore deferred. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിന് മറുപടി, ആശങ്കകൾക്ക് മറുപടി കൊടുക്കാതെ അവിടെ പോയാൽ മതിയോ? എന്നിട്ട് അവര് തന്നെ ഈ മറുപടി കൊടുക്കാത്ത അല്ലെങ്കിൽ വ്യക്തമായ മറുപടി നൽകാത്ത പദ്ധതിയുടെ ഈ വിദഗ്ധർ, നമ്മുടെ VISLന്റെ ഡയറക്ടറും മറ്റുമൊക്കെ അവിടെ ഡൽഹി ചെന്നിട്ട് വെളിയിലിറങ്ങി പറഞ്ഞതെന്താ? അവർക്ക് 4000 പേജുള്ള റിപ്പോർട്ട് പഠിക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് മാറ്റിവെച്ചത്. അങ്ങനെയാണോ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന മിനിറ്റ്സിൽ? അപ്പൊ ആശങ്കകൾ ദൂരീകരിക്കാത്ത കഴിയാത്ത ഒരു പദ്ധതിയാണ് ഇതെന്ന് ഇപ്പോഴും അങ്ങനെ ആ സ്ഥിതിയിലാണ്. അപ്പോൾ ഇനിയിപ്പോ ഇന്നലെ നടന്ന മീറ്റിംഗിന്റെ മിനിറ്റ്സ് വരുമ്പോ അറിയാം യഥാർത്ഥത്തിൽ അവിടെ എന്താ നടന്നത്. അത് വരും.
ഒരാഴ്ചക്കുള്ളിൽ മിക്കവാറും അവരുടെ തന്നെ വെബ്സൈറ്റിൽ വരട്ടെ. ഇപ്പോൾ ആശങ്കകൾ ഉണ്ട്. ആശങ്കകൾ കൈകാര്യം ചെയ്യുവാൻ ഈ പദ്ധതിയുടെ നടത്തിപ്പുകാർക്ക് അല്ലെങ്കിൽ BISL പോലുള്ള ഒരു കമ്പനിക്ക് സാധിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാം. ഇവിടെ എലിയാസ് ജോൺ വളരെ ഇതായിട്ട് പറഞ്ഞു കര നഷ്ടപ്പെടുന്ന പ്രശ്നം. ഞാൻ ഈ കര നഷ്ടപ്പെടുന്ന പ്രദേശത്ത് ഈ വിഴിഞ്ഞത്ത് മുൻപുണ്ടായ ഒരു പദ്ധതിയുടെ, അതായത് വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിന് വേണ്ടി 400 മീറ്റർ നീളത്തിലുള്ള ഒരു പുലിമുട്ട്, ഒരു ബ്രേക്ക് വാട്ടർ നിർമ്മിച്ച ശേഷം കര നഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. ആ പുലിമുട്ട് നിർമ്മിക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുക, 40 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അന്ന് അത് പുലിമുട്ട് നിർമ്മിച്ച ശേഷം, പക്ഷെ അന്ന് എന്തുകൊണ്ട് കര നഷ്ടപ്പെട്ടു, പുലിമുട്ടുമായിട്ട് ബന്ധമുണ്ടോ ആർക്കും അറിയില്ല. അന്ന് പരിസ്ഥിതിയാകാതെ പഠനമില്ല. പക്ഷേ ഇപ്പൊ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പരിസ്ഥിതിയാകാത പഠനത്തിൽ ടേംസ് ഓഫ് റെഫറൻസിലെ ഒരു പ്രധാന സംഗതി, ഇവിടെ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ കെട്ടിയതിനെ തുടർന്ന് ഉണ്ടായ തീരരേഖാ മാറ്റങ്ങൾ, ഷോർ ലൈൻ ചേഞ്ചസ്, അല്ലെങ്കിൽ കര നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇറോഷൻ, അക്രീഷൻ സംഭവിച്ചിട്ടുണ്ടോ, ഇതാണ് പഠിക്കാൻ പറഞ്ഞത്. ഒരു ടേംസ് ഓഫ് റെഫറൻസ്. എന്നിട്ട് അതിന്റെ കൂടെ ടേംസ് ഓഫ് റെഫറൻസിൽ വളരെ വ്യക്തമായിട്ട് ആ കമ്മിറ്റി പറയുന്നു, ഈ പദ്ധതി വരുന്ന സ്ഥലത്ത് വൻതോതിൽ ഇറോഷൻ നടക്കുന്ന സ്ഥലമാണെന്ന് കാണുകയാണെങ്കിൽ ഈ പദ്ധതിക്ക് ഒരു കാരണവശാലും പാരിസ്ഥിതിക അനുമതി നൽകില്ല. നിങ്ങൾ ചിലര് തീരരേഖ മാറ്റത്തെ കുറിച്ച് വളരെ ലഘുവായിട്ടാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് കരയിലുള്ളവർക്ക് വളരെ ലഘുവാണ്. ഈ കടലാക്രമണം വരികയും ആളുകളുടെ വീടുകൾ, കടലാക്രമണം എന്നാ പറഞ്ഞത്, അത് തന്നെ തെറ്റായ വാക്ക്, അത് പോട്ടെ. അപ്പൊ വീടുകൾ നഷ്ടപ്പെടുന്നത്, അതൊക്കെ നമുക്കൊരു സഹതാപം ഉണ്ടാക്കാം, അല്ലെങ്കിൽ അവരെ മാറ്റിപ്പാർപ്പിക്കണം എന്നൊക്കെ പറയാം. അപ്പൊ 400 മീറ്റർ ഇവിടെ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഈ ടേംസ് ഓഫ് റെഫറൻസിന്റെ പഠനം നടന്നപ്പോഴാണ് എനിക്ക് പോലും ശാസ്ത്രീയമായി അറിയാൻ കഴിഞ്ഞത് എന്റെ സ്ഥലത്ത് എത്ര മീറ്റർ വീതിയിൽ കര പോയി എന്ന്. 200 മീറ്റർ വീതിയിലാണ് അവിടെ കര നഷ്ടപ്പെട്ടത്. വസ്തുതയാണ്, സത്യമാണ്. എന്റെ സ്ഥലത്ത് 90% ആളുകൾ താമസിച്ചിരുന്നത് ആ സ്ഥലത്തു കൂടി പോകുന്ന റോഡിന്റെ പടിഞ്ഞാറ് വശത്തായിരുന്നു. ഇന്ന് 90% ആളുകൾ താമസിക്കുന്നത് റോഡിന്റെ കിഴക്ക് വശത്താണ്. പടിഞ്ഞാറ് വശത്തെ സ്ഥലമില്ല, പോയി. അവിടെ ഇപ്പൊ ഈ പഠന റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു, 200 മീറ്റർ വീതിയിൽ ആ ഭാഗത്ത് കര നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ 38 വർഷത്തെ സാറ്റലൈറ്റ് ഇമേജസ് വെച്ചുള്ള പഠനത്തിലാണ് അത് തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവരോട് ചോദിച്ചത്. 400 മീറ്റർ നീളമുള്ള ഒരു ബ്രേക്ക് വാട്ടർ കിട്ടിക്കഴിഞ്ഞപ്പോൾ 38 വർഷത്തിനുള്ളിൽ 200 മീറ്റർ വീതിയിലാണ് കര നഷ്ടമായതെങ്കിൽ 3200 മീറ്റർ നീളത്തിൽ ബ്രേക്ക് വാട്ടർ ഇപ്പോൾ കെട്ടാൻ പോകുന്നത് കെട്ടുകയാണെങ്കിൽ എന്തുമാത്രം കര നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഇതായിരുന്നു പ്രസക്തമായ എന്റെ ഒരു ചോദ്യം. ഞങ്ങളിൽ പല ആളുകളും കൊടുത്ത ചോദ്യം ഇത് തന്നെ. അപ്പൊ ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്ന 7 പേജുള്ള ഒരു ഷോർ ലൈൻ ചേഞ്ചസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ, അതിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം എഴുതിയിരുന്നത്. അവരുടെ തന്നെ റിപ്പോർട്ടിലാണ് ഈ 200 മീറ്റർ വീതിയിലെ കര പോയെന്ന് എഴുതിയിരുന്നത് അവർ തന്നെയാണ്, ഞാനല്ല. അപ്പൊ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് കൊടുത്തു കഴിഞ്ഞ മീറ്റിംഗിൽ ഒരുപക്ഷെ അതിനൊക്കെ ഉത്തരം നൽകാൻ ഇവർ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. ഇപ്പൊ റിവൈസ്ഡ് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയാ കൊടുത്തതെന്ന് കൂടി നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് പലർക്കും അറിയില്ല, ഏരിയാസ് ജോണിന് പോലും അറിയാമെന്ന് എനിക്കറിയില്ല. എന്താ സംഭവിച്ചിരിക്കുന്നത് അറിയാമോ? ആ ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന 7 പേജ് വരുന്ന ഈ ഫൈൻഡിങ്സ് ഒരു ചാപ്റ്റർ തന്നെ എടുത്തു മാറ്റി. ഇനിയിപ്പോ ആരും അതിനെപ്പറ്റി പറയണ്ടല്ലോ. ഇതാണോ ശാസ്ത്രീയത? അതായത് ഈ ഭാഗങ്ങളിൽ
ഇത്ര മീറ്റർ വീതിയിൽ കരനഷ്ടം ഷോർലൈൻ ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ എടുത്ത് കളഞ്ഞിരിക്കുന്നു. ഉത്തരം പറയാൻ വയ്യ. ഞാൻ കാണിച്ചു തരാം, തെളിയിച്ചു തരാം. ഞാൻ ആ 7 പേജ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ ശാസ്ത്രീയ സത്യങ്ങളെ അഭിമുഖീകരിക്കാനല്ല. ഇപ്പൊ എന്റെ പ്രശ്നം ഇത് ഈ 100 മീറ്റർ അല്ല 200 മീറ്റർ അല്ല 500 മീറ്റർ വീതിയിൽ കര നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഉണ്ടാകാവുന്ന നഷ്ടത്തെക്കാൾ എന്റെ അമ്മ ഇപ്പോഴും അവിടെ താമസിക്കുക, ആ സ്ഥലത്ത് എന്റെ സഹോദരങ്ങൾ ഇപ്പോഴും അവിടെ താമസിക്കുക. കര ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ആശങ്കയുണ്ട്, അവരുടെ വീടുകൾ അവരുടെ സ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന എന്റെ ആശങ്ക. അതിന് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി, എന്തുകൊണ്ടല്ല. അല്ലെങ്കിൽ ശാസ്ത്രം ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നവർ പറയണം ഉണ്ടാവത്തില്ല എന്ന് പറയുന്നു, ഉണ്ടായാൽ അതിനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കാം. നഷ്ടത്തിന് ഞാൻ നിങ്ങളോട് ദയവ് നമ്മൾ സംവാദത്തിലില്ല, നിങ്ങളുടെ ഈ വർഷം കൂടി കേൾക്കൂ. നിങ്ങൾ ഒരു വർഷം മാത്രം ഇത്രയും കാലമായി കേട്ടുകൊണ്ടിരിക്കല്ലേ, മറുവശങ്ങൾ കൂടി കേൾക്കൂ. അപ്പോൾ സുനാമി വരട്ടെ, അല്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ നാളെ വരട്ടെ, നമ്മൾ ഇത് മനുഷ്യ നിർമ്മിത ദുരന്തമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പരിസ്ഥിതി മന്ത്രാലയം പറയുന്നത് ഇത് തന്നെയാണ് ഗൈഡ് ലൈൻസിൽ പോർട്ടിനെ സംബന്ധിച്ച്. ഇത്തരം മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഇടപെടലുകൾ കടലിൽ നടത്തുന്ന ഈ നിർമ്മാണങ്ങളിലൂടെ ഇത് പലയിടത്തും സംഭവിച്ചിരിക്കുന്നു. ഇനി ഇത് സംഭവിക്കാൻ പാടില്ല. കേരളത്തിൽ തന്നെ ധാരാളമായി സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിന് പരിഹാരം മറുപടി പറയാതെ നമ്മുടെ VASLന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ LNT റാമ്പോൾ ഉത്തരം നൽകാനാകാതെ ആ ഫൈൻഡിങ്സ് തന്നെ ഇനിമേൽ ഇവിടെ റിപ്പോർട്ടിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് ഇനി പറ്റുമോ? കാരണം ആ ഫൈൻഡിങ്സ് ഓൾറെഡി ഒരിക്കൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പബ്ലിക് സ്ക്രൂട്ടണിക്ക് വിധേയമാക്കിയതാണ്. ഇപ്പൊ പബ്ലിക് സ്ക്രൂട്ടണിക്ക് വിധേയമാക്കിയ സയന്റിഫിക് ഫൈൻഡിങ്സിനെ എടുത്തു മാറ്റി ആണോ നമ്മളൊരു പദ്ധതിയുടെ ഇനിയും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്? ചിലപ്പോൾ രാഷ്ട്രീയ സ്വാധീനത്താൽ നേടാൻ കഴിയുമായിരിക്കാം, പക്ഷെ ഈ ശാസ്ത്രീയ സത്യങ്ങളെ അഭിമുഖീകരിക്കാതെ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുമൂലം ഉണ്ടാകാവുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് സംഭവിക്കുമ്പോൾ ഇല്ലയോ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള മറുപടി നൽകാൻ ഇപ്പോഴും കേരള ഗവൺമെന്റിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ഞാൻ രണ്ടാമത് മറ്റു ചില കാര്യങ്ങളിലേക്ക്, ഈ പദ്ധതി മൊത്തത്തിൽ സാമ്പത്തികമായി എന്തുമാത്രം ഈ പറയുന്ന സ്വപ്നങ്ങളൊക്കെ ഇത് ലാഭകരമാകുമ്പോൾ ഇതിന്റെ മുതൽ മുടക്കിനനുസരിച്ചുള്ള